AKG സെന്ററിലേക്ക് നീങ്ങും. SUT ആശുപത്രിയുടെ പരിസരത്ത് വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഡി ബിനോയിലേക്ക് പോകാം. ഡി ബിനോയ്, പട്ടം SUT ആശുപത്രിയിൽ നിന്ന് മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ്, അത് വിലാപയാത്രയായി തന്നെയാണോ AK സെന്ററിലേക്ക് പോവുക? MS അങ്ങനെ തന്നെ ആയിരിക്കും പോവുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം പാർട്ടി നേതാക്കന്മാർ ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി ദേശീയ സെക്രട്ടറി MA ബേബി, ഒപ്പം MV ഗോവിന്ദൻ മാസ്റ്റർ, ഇടതുമുന്നണി കൺവീനർ ധനമന്ത്രി KN ബാലഗോപാൽ, ഇവരെല്ലാം ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങി ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ ആംബുലൻസ് വിലാപയാത്രയായിട്ടായിരിക്കും AKG സെന്ററിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എങ്ങും നിർത്താനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല. നേരെ AKG സെന്ററിലേക്കാണ്. കാരണം നേരത്തെ പറഞ്ഞിരുന്ന സമയത്തേക്കാൾ 3 മണിക്കൂറോളം 2 മണിക്കൂറോളം കടന്നിരിക്കുന്നു. നേരത്തെ ആദ്യം പറഞ്ഞിരുന്നത് 4:30 മണിയാണ്. അത് ആ സമയത്ത് പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സമയം ദീർഘിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നേരെ മറ്റെങ്ങും നിർത്തില്ല, AKG സെന്ററിലേക്കാണ് കൊണ്ടുപോകുന്നത്. AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന പഴയ AKG സെന്ററിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അവിടെ പുറത്ത് വലിയ ജനക്കൂട്ടമാണ്. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു നേതാവിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരത്തിന് കിട്ടുന്ന തിരക്കാണ് അവിടെ കാണാൻ കഴിയുന്നത്. കാരണം ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ AKG സെന്ററിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നു. അവരെ ഒന്ന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ കൃത്യമായി വരികൾ നിർത്താനോ ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റെഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ ഉണ്ട്. ഈ AKG സെന്ററിലാണ് പാർട്ടിയുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുക. അതിനുള്ള ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ 9 മണിയാണ് നിശ്ചയിച്ചിരുന്നെങ്കിൽ ആ സമയക്രമത്തിൽ മാറ്റം വരും. അത് ഒരു 2-3 മണിക്കൂർ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഉള്ള ജനക്കൂട്ടം ഇനിയും പല സ്ഥലങ്ങളിൽ നിന്ന്, കാരണം മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും ഈ പത്തനംതിട്ട പോലുള്ള ജില്ലകൾ, തിരുവനന്തപുരത്തിന്റെ ഗ്രാമമേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ എല്ലാം തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഒരു നോക്ക് കാണുന്നതിന്, പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇത്രയധികം ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, സാധാരണ വ്യത്യസ്തമായി MC റോഡിൽ ഏകദേശം തിരുവല്ല ഭാഗം വരെയുള്ള ആളുകളെല്ലാം, നേതാക്കന്മാരും ആളുകളും ഒക്കെ തന്നെ AKG സെന്ററിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ 2-3 വർഷമായി അദ്ദേഹം താമസിക്കുന്ന വീട്, കാരണം ഔദ്യോഗികമായി ഇത് തിരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വിട്ടുനിന്നു അതിനുശേഷം ഭരണപരിഷ്കാര കമ്മീഷൻ പദവിയിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം താമസിക്കുന്ന വീട് തമ്പുരാമുക്കിലാണ്, തിരുവനന്തപുരം നഗരത്തിൽ ബാർട്ടൺ ഹില്ലിന് സമീപത്താണ്. അവിടേക്ക് ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി ആ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നാളെ 9 മണി വരെ ഉണ്ടാകും. പക്ഷെ അവിടെ പൊതുദർശനം ഉണ്ടാകില്ല. പൊതുദർശനത്തിനുള്ള സംവിധാനങ്ങളോ സ്ഥലമോ ഒന്നും അവിടെ തന്നെ ഇല്ല. അതിനുശേഷം നാളെ രാവിലെ വീണ്ടും വിലാപയാത്രയായിട്ട് തന്നെ ആയിരിക്കും ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരിക. ദർബാർ ഹാളിൽ രാവിലെ 9 മണി മുതൽ തന്നെ പൊതുദർശനം തുടങ്ങും. 1 മണി വരെ എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അതിൽ കൂടുതൽ സമയം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ റോഡ് വഴിയാണ് ദേശീയപാതയിൽ റോഡ് വഴി കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ സമയക്രമം കൃത്യം പാലിച്ച് മൃതദേഹം 1 മണിക്ക് തന്നെ ആലപ്പുഴയിൽ കൊണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം അവിടെയും പൊതുദർശനം ഉണ്ട്. ഒപ്പം ഈ പാതയോരങ്ങളിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ മനുഷ്യരാണ് കാത്തു നിൽക്കുന്നത്. കാരണം ക്ഷമിക്കണം, കർഷക തൊഴിലാളികൾ, ഒപ്പം കൊല്ലം മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും കശുവണ്ടി തൊഴിലാളികൾ, വിവിധ തരത്തിലുള്ള ഈ തൊഴിലാളികളുണ്ട്, മത്സ്യബന്ധന തൊഴിലാളികളുണ്ട്. ഇവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം. വളരെ നാൾ അദ്ദേഹം കൊല്ലം, തിരുവനന്തപുരം മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി LDF കൺവീനർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് അദ്ദേഹം പാർട്ടിയുടെ ഒരു ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു നേതാവായി അദ്ദേഹം മാറുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ, പ്രസംഗങ്ങളിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒളിയമ്പുകൾ കേൾക്കാൻ വേണ്ടി എത്തുന്ന
ആളുകൾ. അങ്ങനെ അതിനുശേഷം ആണ് അദ്ദേഹം വലിയ തരത്തിലുള്ള കൗൺസിലറായി മാറുകയും പാർട്ടിക്ക് അപ്പുറത്തേക്ക് പാർട്ടിയുടെ തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗവേദികളിൽ എത്തുന്ന ആളുകൾ, അത് കേട്ട് മടങ്ങുന്ന ആളുകളൊക്കെ തന്നെ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടാകും. ഒരു പക്ഷേ ഈ പറയുന്ന സമയത്ത് ഉള്ളിൽ ഒന്നും തന്നെ ആലപ്പുഴയിൽ എത്തിക്കാൻ കഴിയത്തില്ല. റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്, റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ മേഖലകളൊക്കെ കടന്നു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ കണ്ടതാണ് കെ നയനാറിന്റെ വിലാപയാത്രയും ഒപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയൊക്കെ. അതൊക്കെ കടന്നു പോകാൻ വലിയ തരത്തിലുള്ള ജനക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് കടന്നുപോയത്. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പറയുന്ന സമയക്രമത്തിൽ വൈകുന്നേരത്തോടുകൂടി എന്ന് പറയുമ്പോൾ അതും കടന്നു പോകും. സമയം കൂടുതൽ നീണ്ടുപോകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. ഈ കൊല്ലത്തെ തിരുവനന്തപുരത്തെ AK സെന്ററിൽ മാത്രമല്ല, ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലും ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴയിലേക്ക് ഒരുപാട് വളരെ അധികം ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വേലിക്കകത്ത് വീട്ടിൽ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് വേലിക്കകത്ത് വീട്ടിൽ എത്തിക്കുക. അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും കൊണ്ടുപോകും. നാളെ ഒരു ദിവസം മുഴുവനും പൊതുദർശനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മറ്റന്നാളാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിക്കും. അതിനുശേഷം വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. നാളെ ദേശീയപാതയിൽ അദ്ദേഹത്തിന്റെ വിലാപയാത്ര കടന്നു പോകുന്നതിനാൽ പല സ്ഥലങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ വാഹനപ്പെരുപ്പം ഉണ്ടാകും. ഡി ബിനോയ്, ഇപ്പോൾ പട്ടം SUT ആശുപത്രിയിൽ നിന്ന് VS അച്യുതാനന്ദന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് AK സെന്ററിലേക്ക് തെരുവിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾക്ക് ഇളകുന്ന രൂപത്തിൽ കാണാൻ കഴിയുന്നു. ഓർക്കുക, എത്രയോ കാലം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ഒക്കെ തെരുവുകളിലൂടെ പാഞ്ഞു പോയിട്ടുള്ളത്. ആ പാഞ്ഞു പോക്കുകളെല്ലാം തെരുവിലെ ജനങ്ങൾക്കിടയിലേക്കായിരുന്നു. മതികെട്ടാൻ മലയിലേക്ക് കാൽനടയായി യാത്ര ചെയ്ത VS ഇപ്പോൾ ഇതാ AKG സെന്ററിലേക്ക് ഉള്ള യാത്രയിലാണ്. എത്രയോ കാലം ആ AKG സെന്ററിൻ്റെ പടിവാതിലുകളിലൂടെ മുണ്ടിൻ്റെ ഒരു കോന്തല കയ്യിൽ പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച ശിരസ്സുമായി തൻ്റേതു മാത്രമായ സവിശേഷമായ ചുമലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ നടത്തം, ആ യാത്രകൾ, അതിൻ്റെ സ്മരണകൾ ഇരമ്പുന്നു. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് AK സെന്ററിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. CPM പോളിറ്റ് ബ്യൂറോ നേതാക്കൾ അടക്കമുള്ള എല്ലാവരുമുണ്ട്. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി MA ബേബിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവരാണ് പട്ടം SUT ആശുപത്രിയിൽ നിന്ന് അല്പം മുമ്പ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ അത് ഡി ബിനോയ് സൂചിപ്പിച്ചതുപോലെ അതൊരു വിലാപയാത്രയാവാൻ സാധ്യതയില്ല. കാരണം ആംബുലൻസിനകത്ത് ഉള്ള VS അച്യുതാനന്ദനെ കാണാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ കാണാൻ കഴിയാത്ത രീതിയിലാണ് അത്. അങ്ങനെയാണല്ലോ ആംബുലൻസിൻ്റെ ക്രമീകരണം. അപ്പോൾ വിലാപയാത്രയ്ക്ക് വേണ്ടി സവിശേഷമായ രീതിയിൽ തയ്യാറാക്കുന്നതായിരിക്കും യഥാർത്ഥത്തിലുള്ള അതിനുള്ളൊരു ക്രമീകരണം, അല്ലേ? അല്ല, നിലവിലെ സമയം ഒരുപാട് വൈകിയ ഒരു സാഹചര്യം, നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സമയത്തേക്കാൾ കൂടുതൽ വൈകിയ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മൃതദേഹം AK സെന്ററിൽ എത്തിക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനം. പാർട്ടി നിർദ്ദേശമനുസരിച്ചാണ് ഈ വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് മൃതദേഹം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർട്ടി നിർദ്ദേശിക്കുന്ന സമയക്രമത്തിനപ്പുറത്തേക്ക് പൊതുദർശനം നീണ്ടുപോകും എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതെ, തിരുവനന്തപുരം നഗരിയിലൂടെ നമ്മൾക്ക് VS അച്യുതാനന്ദൻ